ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഫോർത്ത് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫങ്ഷൻ അനാലിസിസിൻ്റെ കണ്ടിന്യൂവേഷനായ സ്പെക്ട്രൽ തിയറിയാണ് നമ്മളിവിടെ ഫോർത്ത് സെമസ്റ്ററിൽ ഞാൻ എടുക്കുന്നത്. ജസ്റ്റ് സിലബസ് നിങ്ങൾ കിട്ടിക്കാണും, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു പോവാം. മൊഡ്യൂൾ 1 എർവിൻ ക്രേസിങ്ങിന് ഫങ്ഷൻ അനാലിസിസിൻ്റെ സെയിം ടെക്സ്റ്റ്, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് സ്പെക്ട്രൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, മൊഡ്യൂൾ 1 നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് റിഫ്ലെക്സീവ് സ്പേസസ്, കാറ്റഗറി തിയറം, സ്റ്റേറ്റ്മെൻ്റ് ഉള്ളി, uniform boundedness theorem, applications excluded, strong and weak convergence, convergence of sequence of operators and functionals, open mapping theorem, closed linear operators, closed graph theorem. ഇത്രയും ആണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കാണുന്നത്. ബാക്കി മൊഡ്യൂൾസ് കൂടെ നോക്കുക. ഓക്കെ, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4. ഇപ്പോൾ ഇവിടെ റിഫ്ലെക്സീവ് സ്പേസ്, കാറ്റഗറി തിയറം, യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറം ഒക്കെ സിലബസ് മാറ്റത്തിന് മുമ്പായിട്ട് നമ്മുടെ തേർഡ് സെമസ്റ്ററിൽ ഉണ്ടായിരുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 4.7 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാറ്റഗറി തിയറത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാറ്റഗറി തിയറം 4.6 എന്നുള്ളൊരു സെക്ഷനുണ്ട്. അതിനുശേഷം 4.7 എടുത്തതിന് ശേഷം 4.6 വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാറ്റഗറി തിയറം അല്ലെങ്കിൽ 4.7 എന്ന സെക്ഷനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. 4.6 നമ്മൾ അതിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ, കാറ്റഗറി തിയറത്തിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ അവിടെ യൂണിഫോം ബൗണ്ടഡ്നെസ് തിയറി നമ്മൾ കാണുന്നുണ്ട്. അവിടെയും ആപ്ലിക്കേഷൻസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. 4.7 കാറ്റഗറി തിയറം, സെക്ഷൻ 4.7 മൊഡ്യൂൾ 1 സെക്ഷൻ 4.7 ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. ഓക്കെ, നിങ്ങൾക്ക് റെഫറൻസ് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. റെഫറൻസ് ടെക്സ്റ്റ് ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഫസ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് കാറ്റഗറി തിയറം. So you can say a definition. A subset M of a metric space X, capital X, is said to be rare or nowhere dense. Rare or nowhere dense. A subset M of a metric space X is said to be rare or nowhere dense if M closure has no interior points. M closure interior points ഒന്നും ഉണ്ടാകരുത്. M closure has no interior points. That is, interior of M closure എന്ന് പറയുന്നത് empty ആയിരിക്കണം. Interior of M closure is 5. അതായത് ഒരു മെട്രിക് സ്പേസിൻ്റെ സബ്സെറ്റ് എം എന്ന് പറയുന്നത് റെയർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെയർ സെറ്റ് അല്ലെങ്കിൽ നോവെയർ ഡെൻസ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഓഫ് എം ക്ലോഷർ ഹാസ് നോ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഓഫ് എം ക്ലോഷർ എന്ന് പറയുന്നത് എംറ്റി ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഫോർ എക്സാമ്പിൾ, വി കൺസിഡർ ദ സെറ്റ് എം ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. സെറ്റ് 1, 2, 3. So clearly M is we consider this set is a subset of the metric space set for real line. R എന്ന് പറയുന്ന മെട്രിക് സ്പേസിൻ്റെ വിത്ത് യൂഷ്വൽ മെട്രിക് R എന്ന് പറയുന്ന മെട്രിക് സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് എം എന്ന് പറഞ്ഞ് ഞാൻ കൺസിഡർ ചെയ്യുന്ന സെറ്റ് 1, 2, 3 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇൻറ്റീരിയർ ഓഫ് എം ക്ലോഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എമ്മിന് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഒന്നുമില്ല. ഇൻറ്റീരിയർ ഓഫ് എം ക്ലോഷർ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫോർ ദിസ് എം ഇൻറ്റീരിയർ ഓഫ് എം ക്ലോഷർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, ഇവിടെ എം ക്ലോഷറും എമ്മും സെയിം തന്നെയാണല്ലോ അല്ലേ? ഇവിടെ എം ക്ലോഷറിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, എമ്മിൻ്റെ അല്ല. എം ക്ലോഷർ, ഇവിടെ എം ക്ലോഷർ എന്ന് പറയുന്നത് എം തന്നെ, കാരണം എമ്മിന് ലിമിറ്റ് പോയിൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എം യൂണിയൻ എം ഡാഷ് അല്ലെങ്കിൽ എം യൂണിയൻ ദ ഡെറൈവഡ് സെറ്റ് ഓഫ് എം എന്ന് പറയുന്നത് എം തന്നെ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എം ക്ലോഷറും എമ്മും സെയിം തന്നെയാണ് ഈ ഒരു കേസിൽ, ഈ ഒരു എക്സാമ്പിൾ. ഓക്കെ, ദർഫോർ ഇൻറ്റീരിയർ ഓഫ് എം ക്ലോഷർ എന്ന് പറയുന്നത് ഈ സെയിം ആസ് ഇൻറ്റീരിയർ ഓഫ് എം തന്നെയാണ്. സോ ഈ സെറ്റിന് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഒന്നുമില്ല. സെറ്റ് 1, 2, 3 ഹാസ് നോ ഇൻറ്റീരിയർ പോയിൻറ്റ്സ്. ദർഫോർ ഇൻറ്റീരിയർ ഓഫ് എം അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഓഫ് എം ക്ലോഷർ എന്ന് പറയുന്നത് എം ടി സെറ്റ് നമുക്ക് കിട്ടും, MT5 നമുക്ക് കിട്ടും. ദർഫോർ എം ഈസ് റെയർ ഇൻ ആർ. എം ഈസ് റെയർ ഇൻ ആർ. ഓക്കെ, this is an example of a rare set or nowhere dense set. Next we consider another definition, meager. ക്ലിയർ ആണല്ലോ? അപ്പോൾ റെയർ സെറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആണല്ലോ? അതായത് ഒരു സെറ്റ് റെയർ ആണെന്നുണ്ടെങ്കിൽ അതിന് ക്ലോഷറിന് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ക്ലോഷറിന് ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഇസ് എ റെയർ സെറ്റ്. നെക്സ്റ്റ് വി കൺസിഡർ meager. That is a subset M of a metric space X is said to be meager or of
ദ ഫസ്റ്റ് കാറ്റഗറി, മീഗർ അല്ലെങ്കിൽ നമ്മളതിനെ ഫസ്റ്റ് കാറ്റഗറി എന്ന് വിളിക്കും. ഫസ്റ്റ് കാറ്റഗറി, മീഗർ ഓർ ഓഫ് ദ ഫസ്റ്റ് കാറ്റഗറി ഇഫ് എം ഈസ് ദ യൂണിയൻ ഓഫ് കൗണ്ടബിളി മെനി സെറ്റ്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് റെയർ ഇൻ എക്സ്. അതായത് എമ്മിനെ ഒരു എം എന്ന് പറയുന്ന സബ്സെറ്റ്, മെട്രിക് സ്പേസ് എക്സിൻ്റെ ഒരു സബ്സെറ്റ് എമ്മിനെ മീഗർ സെറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി സെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എമ്മിനെ എനിക്ക് റെയർ സെറ്റ്സുകളിലെ കൗണ്ടബിൾ യൂണിയനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. എം എന്ന് പറയുന്ന സെറ്റിനെ എനിക്ക് റെയർ സെറ്റ്സുകളിലെ കൗണ്ടബിൾ യൂണിയനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. റെയർ സെറ്റ് എന്നാണ് നമ്മളിവിടെ കണ്ടു. അത്തരത്തിലുള്ള റെയർ സെറ്റ്സുകളിലെ കൗണ്ടബിൾ യൂണിയനായിട്ട് എമ്മിന് എം എന്ന് പറയുന്ന സെറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എം എന്ന് പറയുന്നത് മീഗർ ആയിരിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി സെറ്റ് ആയിരുന്നു പറയാം. ഫോർ എക്സാമ്പിൾ, that is m is equal to union k equal to 1 to infinity ak, where ak is a rare set. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത്തരത്തിൽ എഴുതാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എം എന്ന് പറയുന്നത് മീഗർ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി സെറ്റ് ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വി കൺസിഡർ എം ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 in R in the matrix space R. ദെൻ എം എന്ന് പറയുന്ന ഇതേ സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യും, ഇതേ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എം ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3. ഇവിടെ എമ്മിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? വി ക്യാൻ റൈറ്റ് എം ഈസ് ഈക്വൽ ടു സെറ്റ് 1 സിംഗിൾട്ടൺ സെറ്റ് 1 യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് 2 യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് 3 എക്സ്പ്രസ് ചെയ്യാമല്ലോ. ഇവിടെ അതായത് എമ്മിനെ ഞാൻ സെറ്റ് 1 യൂണിയൻ സെറ്റ് 2 യൂണിയൻ സെറ്റ് 3 ഫോമിൽ എക്സ്പ്രസ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇവിടെ സെറ്റ് 1 എന്ന് പറയുന്നത് ക്ലിയർലി സെറ്റ് 1 എന്ന് പറയുന്നത് ഈസ് എ റെയർ സെറ്റ് ഇൻ ആർ. ക്ലിയർ ആണല്ലോ? കാരണം സെറ്റ് 1 എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റിൻ്റെ ക്ലോഷർ എടുത്തു കഴിഞ്ഞാൽ സെയിം സെറ്റ് തന്നെ കിട്ടും, സിംഗിൾട്ടൺ സെറ്റ് 1 തന്നെ കിട്ടും. അതിൻ്റെ ഇൻറ്റീരിയർ സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് 1ൻ്റെ ഇൻറ്റീരിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് നോ ഇൻറ്റീരിയർ പോയിൻറ്റ്സ്. ദെർഫോർ ഇൻറ്റീരിയർ ഓഫ് സിംഗിൾട്ടൺ സെറ്റ് 1 എന്ന് പറയുന്നത് 5 ആണ് കിട്ടുക. അതേപോലെ തന്നെ ഇൻറ്റീരിയർ സിംഗിൾട്ടൺ സെറ്റ് 2ൻ്റെ ക്ലോഷർ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് 2 തന്നെയാണ്. അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എം ടി ആണ് കിട്ടുക, എം ടി സെറ്റാണ് കിട്ടുക. അതേപോലെ തന്നെ ഈ സിംഗിൾട്ടൺ സെറ്റ് 3 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോഷർ സിംഗിൾട്ടൺ സെറ്റ് 3 തന്നെയാണ്. അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എം ടി സെറ്റാണ് നമുക്ക് കിട്ടുക. സോ ഈ സെറ്റ് 1 എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് 1 ഈസ് എ റെയർ സെറ്റ് ഇൻ ആർ, സിംഗിൾട്ടൺ സെറ്റ് 2 ഈസ് എ റെയർ സെറ്റ് ഇൻ ആർ, സിമിലർലി സിംഗിൾട്ടൺ സെറ്റ് 3 ഈസ് എ റെയർ സെറ്റ് ഇൻ ആർ. ദാറ്റ് ഈസ് എം എന്ന് പറയുന്ന ഈ സെറ്റിനെ എനിക്ക് റെയർ സെറ്റ്സുകളിലെ കൗണ്ടബിൾ യൂണിയനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Okay, clear ആണല്ലോ? M is this set 1 2 3. That is, this set can be expressed as a countable union of rare sets in R. Okay, therefore this set by the definition we get M is a meager set or first category set. Clear ആണല്ലോ? Okay, that is M is the union of countably many sets, set 1 union set 2 union set 3, each of which is rare in R. Okay, so next definition, therefore M is meager. Non-meager, അത് ക്ലിയർ ആണ്. നോൺ മീഗർ, ദാറ്റ് ഈസ് മീഗർ അല്ലാത്ത സെറ്റിനെയാണ് നമ്മൾ നോൺ മീഗർ സെറ്റ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ നോൺ മീഗർ അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറി സെറ്റ് എന്ന് പറയും. സെക്കൻഡ് കാറ്റഗറി സെറ്റ് ഓർ ഓഫ് ദ സെക്കൻഡ് കാറ്റഗറി. ഇഫ് എം ഈസ് നോട്ട് മീഗർ ഇൻ എക്സ് ദെൻ ദാറ്റ് എം ഈസ് കോൾഡ് എ നോൺ മീഗർ സെറ്റ്. മീഗർ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് എമ്മിനെ എനിക്ക് കൗണ്ടബിൾ യൂണിയൻ അല്ലെങ്കിൽ റെയർ സെറ്റ്സുകളിലെ കൗണ്ടബിൾ യൂണിയനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് എം ഈസ് കോൾഡ് എ നോൺ മീഗർ സെറ്റ് ഓർ ഓഫ് ദ സെക്കൻഡ് കാറ്റഗറി സെറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മീഗർ അല്ലെങ്കിൽ അതിനെ നമ്മൾ നോൺ മീഗർ എന്ന് വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറി സെറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, സെക്കൻഡ് കാറ്റഗറി സെറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് RN ഇൻട്യൂപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ്, അല്ലെ CN, L ഇൻഫിനിറ്റി, CAB ഒക്കെ സെക്കൻഡ് കാറ്റഗറി സെറ്റിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വി കൺസിഡർ എ തിയറം, ബേഴ്സ് കാറ്റഗറി തിയറം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, പ്രൂഫ് ആവശ്യമില്ല. ബേഴ്സ് കാറ്റഗറി തിയറം, കംപ്ലീറ്റ് മെട്രിക് സ്പേസ്. If a metric space X not equal to 5 is complete, then it is non-meager in itself. ആണ് ബേഴ്സ് കാറ്റഗറി തിയറം പറയാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ബേഴ്സ് കാറ്റഗറി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കണം. If a metric space X not equal to 5 is complete, അതായത് നോൺ എംപ്റ്റി കംപ്ലീറ്റ് മെട്രിക് സ്പേസ് നോൺ മീഗർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു നോൺ എംപ്റ്റി കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എക്സ് എന്ന് പറയുന്നത് നോൺ മീഗർ ആയിരിക്കും, നോൺ മീഗർ സെറ്റാണ്, മീഗർ അല്ല അല്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറി സെറ്റാണെന്ന് പറയാം. അതാണ് ആ തിയറം പറയാം, ബേഴ്സ് കാറ്റഗറി തിയറം പറയാം. ദാറ്റ് ഈസ് നോൺ മീഗർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എക്സ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി കംപ്ലീറ്റ് മെട്രിക് സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്. ഈ നോൺ എംപ്റ്റി കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എക്സ് നോൺ മീഗർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സിനെ എനിക്ക് കൗണ്ടബിൾ യൂണിയൻ ഓഫ് റെയർ സെറ്റ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റരുത്. ക്ലിയർ ആണല്ലോ? അതായത് സപ്പോസ് എക്സിനെ എനിക്ക് യൂണിയൻ k ഈക്വൽ ടു 1 to infinity AK ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. where AKs are closed, that means that is AK closure എന്ന് പറയുന്നതും AK എന്ന് പറയുന്നതും സെയിം ആണ്. AKs are closed. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AK എന്ന് പറയുന്ന ഈച്ച് AK
റെയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. ഈച്ച് എ കെ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ എ കെ റെയർ അല്ലെങ്കിൽ ഒരു ഈ കൗണ്ടബിൾ ഈ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ യൂണിയൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു എ കെ എങ്കിലും റെയർ സെറ്റ് അല്ലെങ്കിൽ, അതായത് റെയർ സെറ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു എ കെ എടുക്കുമ്പോഴെങ്കിലും ഇൻറ്റീരിയർ ഓഫ് എ കെ ക്ലോഷർ എന്ന് പറയുന്നത്, ദറ്റ് ഈസ് ഇൻറ്റീരിയർ ഓഫ് എ കെ ക്ലോഷർ, എ കേസ് ആർ ക്ലോസ്ഡ് ദെർഫോർ ഇൻറ്റീരിയർ ഓഫ് എ കെ ക്ലോഷർ ബിക്കം ഇൻറ്റീരിയർ ഓഫ് എ കെ എന്ന് പറയുന്നത് നോൺ എം ടി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് കറസ്പോണ്ടിങ് എ കെ എന്ന് പറയുന്നത് സെറ്റ് ഈസ് നോട്ട് എ റെയർ സെറ്റ്. അപ്പോൾ അത്തരത്തിലൊരു എ കെ എങ്കിലും ഈ യൂണിയനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റെയർ സെറ്റ് അല്ലാത്ത ഒരു എ കെ എങ്കിലും ഈ യൂണിയൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് നോൺ മീഗർ ആണെന്ന് പറയാം. മീഗർ ആണ്, ഓക്കെ, ദാറ്റ് ഇസ് കണ്ടീഷൻ. നോൺ മീഗർ ആണെന്നുണ്ടെങ്കിൽ എക്സിനെ എനിക്ക് റെയർ സെറ്റ്സുകളിൽ ഈ കൗണ്ടബിൾ യൂണിയനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സപ്പോസ് എക്സിനെ എനിക്ക് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity എ കെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ ഒരു എ കെ എങ്കിലും റെയർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് നോൺ മീഗർ ആണ്, എക്സ് എന്ന് പറയുന്നത് നോൺ മീഗർ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് അതിലൊരു എ കെ എങ്കിലും എടുക്കുമ്പോൾ ഇൻറ്റീരിയർ ഓഫ് എ കെ എന്ന് പറയുന്നത് നോൺ എം ടി ആയാൽ മതി, അല്ലേ? അതാണ് റെയർ സെറ്റ് ആകാതിരിക്കാനുള്ള കണ്ടീഷൻ. എം ടി ആയിക്കഴിഞ്ഞാൽ എ കെ എന്ന് പറയുന്നത് റെയർ സെറ്റ് ആയി പോകും. അപ്പോൾ റെയർ സെറ്റ് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഓഫ് എ കെ കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 1 point, ഒരു പോയിന്റെങ്കിലും ഉണ്ടായിരിക്കണം, നോൺ എം ടി ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. Hence, if x not equal to phi is complete and x is equal to union k equal to 1 to infinity a k, where a k's are closed, that is a k closure a k same ആണ്, then at least one a k contains, that is at least one a k interior of a k not equal to phi ആയിരിക്കണം, അല്ലേ? For at least one a k interior of a k not equal to phi. Interior of a k not equal to phi ആണെന്ന് പറഞ്ഞാൽ what is the meaning? ഒരു ഇൻറ്റീരിയർ പോയിന്റെങ്കിലും ഉണ്ട്, ഈ എ കെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻറ്റീരിയർ പോയിന്റെങ്കിലും. അതെപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോൾ എനിക്ക് എവിടെ പറയാൻ പറ്റണം? ഫുള്ളായിട്ട് ഇൻറ്റീരിയർ ഓഫ് എ കെയിൽ തന്നെ പറയാൻ പറ്റണം, അല്ലേ? ആ പോയിന്റ് ഇൻറ്റീരിയർ ഓഫ് എ കെയിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റ് എ കെക്ക് ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അതല്ലെങ്കിൽ ആ പോയിന്റ് ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് എ കെ ആകണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരു ഓപ്പൺ ബോളെങ്കിലും എനിക്ക് പറയാൻ പറ്റണം. ആ ഓപ്പൺ ബോൾ ഫുള്ളായിട്ട് സെറ്റ് എ കെക്ക് അകത്തായിരിക്കണം. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ എ കെക്ക് അകത്ത് ഒരു ഓപ്പൺ ബോൾ അല്ലെങ്കിൽ ഒരു നോൺ എം ടി ഓപ്പൺ സെറ്റ് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദെൻ അറ്റ്ലീസ്റ്റ് വൺ എ കെ കണ്ടെയ്ൻസ് എ നോൺ എം ടി ഓപ്പൺ സെറ്റ്. ക്ലിയർ ആണല്ലോ? ഒരു ഇൻറ്റീരിയർ പോയിന്റ് ഉണ്ടാകാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. ദെൻ അറ്റ്ലീസ്റ്റ് വൺ എ കെ കണ്ടെയ്ൻസ് എ നോൺ എം ടി ഓപ്പൺ സെറ്റ്. ഓക്കെ, ബേഴ്സ് കാറ്റഗറി തിയറത്തിൽ മറ്റൊരു രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. തിയറി ഇതാണ് പറയുക: ഇഫ് എ മെട്രിക് സ്പേസ് എക്സ് നോട്ട് ഈക്വൽ ടു phi is complete, then it is non-meager in itself. Hence, if x not equal to phi is complete and x is equal to union k equal to 1 to infinity a k, where a k's are closed, then at least one a k contains a non-empty open set, or interior of a k not equal to phi. Clear ആണല്ലോ? Interior of a k not equal to phi. Okay, that is the condition. That is a Bayes category theorem. Okay, so just consider a note: the converse of the Bayes category theorem is not generally true. അതായത് കോൺവേഴ്സ് പാർട്ട് പറയുന്നതാണ്, നോൺ മീഗർ ആണെന്നുണ്ടെങ്കിൽ, നോൺ മീഗറും നോൺ എം ടിയുമായിട്ടുള്ള മെട്രിക് സ്പേസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിരിക്കും. ഒരു നോൺ മീഗർ സെറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിരിക്കും. അതാണ് എൻ്റെ കോൺവേഴ്സ് പാർട്ട് പറയുന്നത്. കംപ്ലീറ്റ് അത് കോൺവേഴ്സ് പാർട്ട് ശരിയാണോ ഇല്ലയോ എന്നാണ്. അപ്പം കോൺവേഴ്സ് എന്ന് പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അത് ഈസ് നോട്ട് ജനറലി ട്രൂ എന്നാണ് പറയുക. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ, an example of an incomplete normal space. Example of an incomplete normal space which is non-meager in itself is given by n that example is given by n Bourbaki എന്നാണ്, BOURBAKI എന്നാണ്, BOURBAKI in 1955 ബോർബക്കി, BOURBAKI. അപ്പോൾ ഇതിന് ഇതിന് കോൺവേഴ്സ് പാർട്ട് ശരിയല്ല എന്നുള്ളതിന് എക്സാമ്പിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, കൗണ്ടർ എക്സാമ്പിൾ പറയുന്നുണ്ട്. സോ കോൺവേഴ്സ് ഈസ് നോട്ട് ട്രൂ. ബേഴ്സ് കാറ്റഗറി തിയറത്തിന് കോൺവേഴ്സ് പാർട്ട് ശരിയല്ല. ഓക്കെ, സോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഇവിടെ കാണുന്ന യൂണിഫോം ബൗണ്ടറിനെസ് തിയറമാണ്. ബേഴ്സ് കാറ്റഗറി തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് യൂണിഫോം ബൗണ്ടറിനെസ് തിയറം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് 4.6 പോകാം, റിഫ്ലെക്സീവ് സ്പേസിലേക്ക് പോകാം. ഓക്കെ.